അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജുമാ ദിനം. ഞാൻ ഗോവയിലാണ് ഉള്ളത്. ഇത് ഗോവയിലെ പ്രശസ്തമായ മൊഫ്സ മാർക്കറ്റ്. രാവിലെ മഴയുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ തെളിഞ്ഞ അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സും അതേപോലെ തന്നെ കച്ചവടക്കാരുമായി തിരക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ പോകുന്നത് ബസ് സ്റ്റാൻഡിലേക്കാണ്, അതായത് മൊഫ്സ ബസ് സ്റ്റാൻഡ്. ഇവിടെ സെൻട്രൽ ഗോവയിലെ ഏറ്റവും തിരക്കേറിയ ഒരു ബസ് സ്റ്റാൻഡും ഒരുപാട് ബസ്സുകൾ വരുന്ന ഒരു സെൻറ്ററും അതേപോലെ തന്നെ വലിയൊരു ടൗണും കൂടിയാണ്. ഇതാണ് മൊഫ്സ ബസ് സ്റ്റാൻഡ്. ഇത് ഒരു മൊഫ്സ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു ഭാഗമാണ്, ഒരു സൈഡ്. എല്ലാ വീഡിയോയും പോലെ ഇതിനടുത്തുള്ള പള്ളിയിലേക്കുള്ള മുസ്ലിം പള്ളിയിലേക്കുള്ള ഒരു വഴി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇത് നമ്മൾ ഇറങ്ങുന്ന എൻട്രൻസാണ്. ഇത് സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ വലതുഭാഗത്തേക്കൊരു റോഡുണ്ട്, മാർക്കറ്റിലേക്ക് പോകുന്ന റോഡ്. മൊഫ്സ എന്ന് പറയുന്നത് ഇവിടെ സെൻട്രൽ ഗോവയിലെ ഏറ്റവും വലിയ പുരാതനമായ ഒരു നഗരമാണ്. നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ ഒരു ഏകദേശം 5-6 മിനിറ്റ് അതിനുള്ളിൽ നടക്കാനുള്ള ദൂരത്തിൽ, 6 മിനിറ്റ് നടക്കാനുള്ള ദൂരത്തിൽ വളരെ മനോഹരമായ സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരു മസ്ജിദ് ഉണ്ട്. ഇതാണ് മാർക്കറ്റ്. ഈ വലതുഭാഗത്ത് കാണുന്നതാണ് മാർക്കറ്റ്. ഇതാണ് ആ റോഡ്. വളരെ മനോഹരമായ റോഡാണ്. മഴയിലും തകരാത്ത ഗോവയിൽ അപൂർവം റോഡുകളിൽ ഒന്നാണ്. ആ റോഡിലൂടെ നേരെ വരുമ്പോൾ കാണാവുന്നതാണിത്. ഇത് മൊഫ്സ മുനിസിപ്പൽ മാർക്കറ്റാണ്, അതിൻ്റെ എൻട്രൻസാണിത്. വളരെ പുരാതനമായ ഒരു മാർക്കറ്റാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും അതേ റോഡിൽ കൂടെ തിരിയാതെ വളയാതെ ഡയറക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഗോവയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്ന ഒരുപാട് ബീച്ചുകളുള്ള ഒരു സ്ഥലമാണ് ഈ മൊഫ്സ. അതിനെ ചുറ്റിപ്പറ്റിയുള്ള മോർജിയം, അഗർവാഡ, അതേപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് ടൂറിസ്റ്റ് സാധ്യതകൾ വിനോദസഞ്ചാര സാധ്യതകൾ ഒരുപാടുള്ള ഒരു സ്ഥലം കൂടിയാണ് മൊഫ്സ. അതിൻ്റെ ഏകദേശം സെൻട്രലായിട്ടുള്ള ഒരു ടൗണാണ് ഈ മൊഫ്സ എന്ന് പറയുന്നത്. ആ മൊഫ്സയിലെ മെയിൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് പള്ളിയിലേക്കുള്ള ദൂരമാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വന്ന റോഡാണ് ഇപ്പോൾ ഇത്. അവിടെ നിന്ന് അത്രയും ആ മെയിൻ റോഡിൽ നടന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ഒരു 5 മിനിറ്റ് നടക്കാറുണ്ട്. അവിടെ നിന്ന് എത്തുമ്പോൾ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ അതിൻ്റെ ആർച്ചുകളൊക്കെ, പള്ളീൻ്റെ ആർച്ചുകളൊക്കെ കാണുന്നുണ്ട്. വലിയൊരു ഹുബ്ബയോട് കൂടെയുള്ള പള്ളിയാണ്. ആ മെയിൻ റോഡിൽ നിന്ന് വന്നിട്ട് ഈ റോഡിലേക്കാണ് ഞാൻ കയറിയത്. റോഡ് ഇങ്ങനെ വരുമ്പോൾ ഈ സൈഡിലായിട്ടാണ് കാണുന്നത്. ഇവിടെ ഇപ്പോൾ കാണുന്നുണ്ട് ആ പച്ച പെയിൻ്റ് അടിച്ച അതാണ് പള്ളി. നമ്മളിപ്പോൾ പള്ളിയിൽ എത്തിക്കഴിഞ്ഞു. ഇതിൻ്റെ മുറ്റത്തേക്ക് എത്തിക്കഴിഞ്ഞ ശേഷം
ഈ കാണുന്നതാണ് പള്ളി. ഇവിടെ തൊപ്പിയും അത്തർ അതേപോലെ തന്നെ ഇസ്ലാമിക ബുക്കൊക്കെ വിൽക്കുന്ന ഒരു കടയുണ്ട്. ഇതാണ് ഹമ്മാം, ബാത്റൂമാണിത്. ഇത് ചെരുപ്പൊക്കെ വെക്കാനുള്ള സ്റ്റാൻഡാണ്. ഇതാണ് ഉളു കൊടുക്കുന്ന സ്ഥലം. ഇത് എല്ലാവരും ഉളു കൊടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പള്ളി. ഇവിടെ 1:30 മണിക്കും അതേപോലെ 2 മണിക്കും ജുമയുണ്ട്. 2 സമയത്തായിട്ടാണ് ജുമ നടത്തുന്നത്. ആൾക്കാർ കൂടുതലുള്ളതുകൊണ്ട്. ഇതാണ് നമ്മളെ പള്ളി. വളരെ മനോഹരമായ പള്ളിയാണ്. ആർച്ചും പൂപ്പയൊക്കെ ആയിട്ട് വളരെ മനോഹരമായ ഒരു മസ്ജിദാണ്. 12:40 ബാങ്ക്. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ ഖുതുബ തുടങ്ങും. അത് കഴിഞ്ഞ ഉടനെ നിസ്കാരം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ 2 മണിക്ക് വേറൊരു ഇതും കൂടി നിസ്കാരം കൂടി ഉണ്ടാവും.